ഇനി നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ അടപ്രഥമന് വേണ്ട അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കായി പൊടിച്ച് വറുത്ത് തരിയില്ലാതെ അരിച്ചെടുത്ത അരിമാവ് 1 കപ്പ്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഈ മാവിന് വളരെ കനം കുറച്ച് വാഴയിലയിൽ പരത്തിയെടുക്കാം. മാവ് ഇതുപോലെ നൈസായിട്ട് പരത്താം. ഇനി ഇതുപോലെ ഒരു വാഴത്തണ്ട് എടുത്ത് ഇതുപോലെ വരയ്ക്കാം. അട ചെറിയ പീസായിട്ട് മുറിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നത്. ഇതുപോലെ വരച്ചെടുക്കാം. നമ്മൾ മാവ് പരത്താൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴയിലയും മാവും കൂടെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അടുത്ത ഇലയും ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇല പതിയെടുത്ത് മാറ്റാം. ഇനി ഇതിനെ പതിയെ അതിൽ നിന്ന് കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇത് അടയുണ്ടാക്കുന്നതിൻ്റെ ഒരു വിധം. ഇനി മറ്റൊരു വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് വെള്ളം അതിൽ ചൂടാക്കാം. അതിനുശേഷം ഈ മാവിനെ അതിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയെടുക്കാം. കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ 1/2 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാം. ഇത് നമ്മൾ ഗ്രൈൻഡറിൽ അരി അരച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് എടുത്തതാണ്. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ചേർക്കാം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. മാവ് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങാം. ഇത് ചൂടാക്കി ഇങ്ങനെ കുറുക്കി എടുക്കണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്താൽ അട കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറുക്കി എടുക്കുന്നത്. അല്ലാതെ പച്ചമാവിനെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി അട ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു വാഴയില എടുത്ത് ഇതുപോലെ കീറിയെടുക്കാം.
ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇനി വാഴയിലയുടെ നാര് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഒരു 3 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തട്ടിറക്കി വയ്ക്കാം. ഇനി വാഴയില എടുത്ത് അതിൻ്റെ പുറം സൈഡ് ഇതുപോലെ തിരിച്ച് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് മാവ് ഇതുപോലെ കോരി ഒഴിക്കാം. ഇതുപോലെ ഇങ്ങനെ മാവിനെ ഇലയിലേക്ക് ചേർക്കുന്നതിന് അട അണിയുക എന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ ഇതിനെ ചുരുട്ടിയെടുക്കാം. ഇനി നാര് ഉപയോഗിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഴനാര് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം റോളാക്കി എടുക്കാം. ഇനി ഇതിനെ ആവിയിലേക്ക് വയ്ക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു 10-12 മിനിറ്റ് വേവിക്കാം. ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് ഈ റോളിനെ അതിലേക്ക് മാറ്റാം. അട തണുക്കാനായി മാറ്റി വയ്ക്കാം. അട തണുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നായി അഴിച്ച് അതിൽ നിന്നും അട ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ വെള്ളം തോരാനായി മറ്റൊരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. റോളാക്കുന്നതിന് പകരം ഇതുപോലെ മടക്കി വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതിനെ വെള്ളം തോരാനായി മാറ്റി വയ്ക്കാം. നമ്മുടെ അട നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്ത അരിമാവ് ഉപയോഗിച്ച് ഡയറക്റ്റ് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമ്മൾ അരിമാവ് ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്തതാണ്. നമ്മൾ 2 വിധത്തിലും അട തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോ ശർക്കരയും 1/3 കപ്പ് ചവ്വരിയും എടുക്കാം. ശർക്കര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം വേണ്ടുന്ന പോലെ കൂടുതലോ കുറവോ ശർക്കര എടുക്കാവുന്നതാണ്. ശർക്കര നമുക്ക് 4 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിനുള്ള 3 തേങ്ങ എടുത്ത് അതിനെ ചിരകി 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഓരോന്നിനും 4 ഗ്ലാസ് വെള്ളം വീതം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. 2 കപ്പ് അരിമാവ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ അടയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ച് ചേർക്കാം.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചവ്വരി ചേർക്കാം. ചവ്വരി വേവാൻ കുറച്ചധികം സമയം വേണ്ടി വരും. അതുകൊണ്ട് ചവ്വരി ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുകയോ 1 ഗ്ലാസ് വെള്ളത്തിൽ ചവ്വരി ഇട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയോ ചെയ്യാം. ഇത് നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3-ാം പാല് ചേർക്കാം. ഇതിന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനെ നന്നായി തിളച്ച് കുറുകിയതിന് ശേഷം 2-ാം പാല് ചേർക്കാം. ഓരോ പാലും ചേർത്തിട്ട് തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കും മാറ്റുക. ഇത് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ഗ്ലാസ് 2-ാം പാല് ചേർക്കാം. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക ചതച്ചത് ചേർക്കാം. ഒരു 5-6 ഏലക്കയാണ് നമ്മളിവിടെ ചതച്ച് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി കുറുകി വരുന്നത് വരെ പിന്നെയും ഇളക്കാം. ചവ്വരി വെന്ത് അതിൻ്റെ വെള്ള നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായി 2 നുള്ളി ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇനി ഇതിനെ നന്നായി ഇളക്കാം. ഇത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ചവ്വരി വെന്ത് അതിൻ്റെ വെള്ള നിറം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രഥമൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങാം. നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനി ഇതിനെ പ്രഥമനിലേക്ക് ചേർക്കാം. നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.